ഡോക്ടർ, ഈ സിനിമ, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഇതിന്റെയൊക്കെ സ്വാധീനം കുട്ടികളിലെ അക്രമവാസന കൂട്ടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അതായത് മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ കുട്ടി 6 മാസമുള്ള കുട്ടിയെ തന്നെ നമ്മൾ, അല്ലെങ്കിൽ 2 മാസം 3 മാസമുള്ള കുട്ടിയെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളെ കളിപ്പിക്കുകയും മൊബൈൽ ഫോൺ കാണിച്ച് കുട്ടികളെ ആഹാരം കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അങ്ങനെ വളരെ ചെറിയ കുട്ടിക്കാലം തൊട്ടേ. ഇപ്പൊ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, അമ്മ നെറ്റിയിൽ മൊബൈൽ ഫോൺ വെച്ച് കെട്ടിവെച്ചിട്ട് കുട്ടിക്ക് 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ അതിന് വന്ന പ്രതികരണമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. മാർവലസ് ഐഡിയ എന്നാണ് അതിലെ ഒരു പ്രതികരണം വന്നത്. അങ്ങനെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കാണിച്ച് കുട്ടിയെ ആഹാരം കഴിപ്പിക്കുന്ന ഒരു പ്രവണത, അത് വളരെ ഒരു മൊബൈൽ ഫോൺ കെട്ടിവെച്ചപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഒരു റെസ്പോൺസ് വന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇത്തരത്തിൽ കുട്ടിയെ മൊബൈൽ ഫോൺ ചെറിയ പ്രായത്തിൽ തന്നെ കാണിക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് കുട്ടികൾ വളരെ വേഗത്തിലുള്ള തലച്ചോറിന്റെ വികാസം സംഭവിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്, ശ്രദ്ധാശേഷിയുടെ ന്യൂറോണൽ സർക്യൂട്ട്, ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി ഒക്കെ വളരെ വേഗതയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ കുട്ടിക്ക് നമ്മൾ ഈ ഫ്രീക്വന്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലസ്, പ്രത്യേകിച്ച് മൊബൈലോ കാർട്ടൂൺ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടിയിൽ ഈ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ടിന്റെ ഫോർമേഷനെ അത് തടസ്സപ്പെടുത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രവുമല്ല, ഈ കാർട്ടൂണുകളിലെയും അതുപോലെ വീഡിയോ ഗെയിമുകളിലെയും കണ്ടന്റ് എന്ന് പറയുന്നത് അക്രമവാസനയുടെ, അക്രമത്തിന്റെ, ഒരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ്, ഉള്ളടക്കമാണ് ഈ കാർട്ടൂണുകളിൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വേഗതയും അതുപോലെ അതിലെ അക്രമ സ്വഭാവമാണ് ചെറിയ കുട്ടികളെ കാർട്ടൂണിലേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ നിരന്തരമായി ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരുന്ന കുട്ടികളിൽ അവർക്ക് വാക്ചാതുരി കുറവായിരിക്കും. അപ്പോൾ അവരുടെ അക്രമ സ്വഭാവമായിരിക്കും അവർ കൂടുതൽ. അവർക്ക് അവരുടെ ഒരു ആഗ്രഹം മറ്റുള്ളവരോട് പറഞ്ഞ് അവരോട് വാദിച്ച് അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി, വാക്കുകളിൽ ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ സ്ഥിരമായ ചെറിയ കുട്ടികൾ കണ്ടുവരുന്ന കുട്ടികളിലുള്ള സ്വഭാവ രീതി. അവർക്കെല്ലാം അക്രമത്തിലൂടെ കാര്യം സാധിക്കും.